ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളെ ജീവിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളെ നടത്തുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ വചനം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റും ഉള്ള നാട്ടിലൊക്കെയും പരന്നു. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ ആരംഭം മുതൽ നമുക്ക് മനസ്സിലാക്കിയാൽ യേശു തന്റെ പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ആ ഉദ്ദേശത്തെ, അയച്ചതിൻ്റെ നിയോഗത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാവരുടെ മുമ്പിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുക. സ്നാനമേറ്റ ശേഷം യേശുവിൻ്റെ മേൽ പ്രാവുന്നത് പോലെ അവൻ്റെ മേൽ വന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇങ്ങനെ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ നിയോഗത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ആ ഭക്തന്റെ അല്ലെങ്കിൽ ആ യേശുവിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് സ്നാനക്കടവിലേക്ക് ഇറങ്ങിച്ചെന്ന അല്ലെങ്കിൽ ദൈവിക നിയോഗത്തിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാ. ദൈവശബ്ദത്തെ കേട്ട് അനുസരിക്കുന്ന ഏതു ഭക്തനാകട്ടെ, ഏതു ഭക്തയാകട്ടെ, ഏതു തലമുറയാകട്ടെ, കുഞ്ഞാകട്ടെ, ദൈവാത്മാവ് ഇതിനെ ആദ്യമേ ആ പ്രിയപുത്രരാണെന്ന്, നീ എൻ്റെ മകനാണെന്ന്, നീ എൻ്റെ മകളാണെന്ന് പറയുന്ന ഒരു ദൈവം തന്നെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നിന്റെ മേൽ കൈമാറുക തന്നെ ചെയ്യും. ആമേൻ. ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിയോഗത്തോട് കൂടി എന്ത് ചെയ്യുക? യേശു അത് യോർദാൻ വിട്ടു വാങ്ങി. അപ്പൊ നോക്കിക്കേ, യോർദാൻ വിട്ടു വാങ്ങുമ്പോൾ തന്നെ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറവിലേക്ക് വന്നു. ഞാൻ ആത്മാവിനൊരു ദൂത് പറയാ. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി നീ കയറി നിൽക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ആത്മനിയോഗത്താൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നിറയപ്പെടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എന്തിനാണെന്ന് ചോദിച്ചാൽ, നീ ആദ്യമേ ഇറങ്ങി നിൽക്കുമ്പോൾ നിന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ, പ്രതികൂലത്തെ നിനക്ക് ആത്മാവിൽ ജയിക്കാൻ തക്കവണ്ണമായ ഒരഭിഷേകത്തെ, ഒരധികാരത്തെ, ഒരു നിയോഗത്തെ ദൈവം നമ്മുടെ മേൽ തരാതെ എന്നെ നിന്നെ പ്രത്യേകമായ ഒരു നിയോഗത്തിന് വേണ്ടി ഇറക്കി നിർത്തത്തില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ അടിവരയിടുകയാ. എന്ന് പറഞ്ഞാൽ ദൈവനിയോഗത്തോടെ, ആത്മനിയോഗത്തോടെ, ആത്മനിറവോടെ നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പരീക്ഷയില്ലെന്നല്ല, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലെന്നല്ല, പക്ഷെ അതിനെ അതിജീവിപ്പാനുള്ള ഒരു ദൈവശക്തി എൻ്റെ നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിട്ടല്ലാതെ ദൈവം നമ്മളെ ആ ഒരു മേഖലയ്ക്കകത്തേക്ക് ഇറക്കി നിർത്തത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് അണ്ടർലൈൻ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ആത്മാവിലൊന്ന് പറഞ്ഞേ, എൻ്റെ മേൽ ആത്മനിയോഗത്താൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ മേലുണ്ടെന്ന് പറ. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ, ഏത് പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ യേശു കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് യേശുവിന് പകരം യോഹന്നാനല്ല പരീക്ഷകൾ ജയിച്ചത്, യേശു തന്നെ ജയിച്ചു. നിങ്ങൾക്ക് പകരം ഞാനല്ല പരീക്ഷ ജയിക്കേണ്ടത്, നിങ്ങൾ തന്നെ ജയിക്കണം.
ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങളെ ഏൽപ്പിച്ചാൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഏൽപ്പിച്ചാൽ ശരിയാകത്തില്ല. എന്നെ ബലപ്പെടുത്താൻ, എന്നെ ശക്തിപ്പെടുത്താൻ, എന്നെ ധൈര്യപ്പെടുത്താൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. നമുക്ക് കാണാൻ കഴിയുന്നു, പരീക്ഷകന്റെ പരീക്ഷയിൽ നിന്ന് ജയിക്കുവാൻ തക്കവണ്ണോ ദൈവാത്മാ പറയുന്നു, യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അധികാരങ്ങൾ, അത്ഭുതങ്ങൾ, വചനത്തിൻ്റെ ആഴങ്ങൾ യേശുവിൻ്റെ മേൽ അതാത് സമയങ്ങളിൽ വെളിപ്പെട്ടതുപോലെ ആത്മാവിലൊരു ദൂത് പറയാം. നീ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെ നിന്റെ മേൽ തന്ന് നിന്നെ പുറത്തു കൊണ്ടിരുന്ന ദിനങ്ങളാണെന്ന് ആത്മാവ് ഒരു ദൂത് കൈമാറുകയോ. അങ്ങനെയെങ്കിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പരീക്ഷകൻ പരീക്ഷണം മതിയ അവസാനിച്ചിട്ട് കുറെ കാലത്തേക്ക് പിന്മാറിയെന്ന്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാൾ വരെ നിന്നോട് ഫൈറ്റ് ചെയ്യുക, നിന്നോട് വെല്ലുവിളിച്ച പൈശാചിക മേഖല പിന്മാറാൻ സമയമായെന്ന് പറഞ്ഞാൽ നിന്നെ വിട്ട് പിന്മാറാ. പുറകോട്ട് മാറ, നീയല്ല പുറകോട്ട് മാറുന്നത്. പ്രതികൂലം കണ്ട് ഞാൻ മാറുക എന്നല്ല, നിന്നെ വിട്ടുമാറാൻ അതര ജഗന ഘടക ശേഖേനിയ ആത്മാവിലൊരു ദൂത് പറയാ. നീയല്ല മാറുന്ന, നിന്നെ വിട്ട് പൈശാചിക മേഖലകൾ മാറാൻ പോകുകയാന്ന്. ദൈവാത്മാവ് പരീക്ഷകൻ മാറാൻ പോകുകയാന്ന് ആത്മാവിട വരുന്നു. അതേ പരീക്ഷകൻ മാറിയാൽ അടുത്ത സ്റ്റേജ് എന്നറിയാവോ? അടുത്ത നിന്റെ മേലൊരു നിയോഗം വന്ന് വീഴുകയാ. ഇങ്ങനെയാ പറഞ്ഞത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരക്കും എന്ന് പറഞ്ഞ നിന്നെ ഒതുക്കിയെടുത്ത, നിന്നെ ഒതുക്കി വെച്ചെടുത്ത, എവിടേക്കോ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒതുക്കാൻ നോക്കിയ മേഖലയ്ക്കകത്തുനിന്ന് ആത്മാവിൽ വിളിച്ചു പറയുന്നു. ശുശ്രൂഷകരോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, കുടുംബസ്ഥരോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പുറത്തു വാ. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം. ജനത്തിന്റെ മേൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടിക്കാൽ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.